കെത്നോയത്ത് എന്ന ഹീബ്രു പദം, അതിൻ്റെ അർത്ഥം ഗൗൺ ഓർ ടുണിക് എന്നൊക്കെയാണ്. ആദ്യ മാതാപിതാക്കൾ ഏദനിൽ പാപം ചെയ്തപ്പോൾ അവരുടെ നാണത്തെ, അവരുടെ പാപത്തെ മറയ്ക്കാൻ അവർ തന്നെ ഇല കൊണ്ട് ഒരു വസ്ത്രം തുന്നിയുണ്ടാക്കി. ചൂട് തട്ടുമ്പോൾ അത് വാടിപ്പോയി. യഹോവയായ ദൈവം അവരുടെ പാപത്തെയും അവരുടെ നാണത്തെയും കവർ ചെയ്യുന്ന, മറയ്ക്കുന്ന, പാപത്തെ മറയ്ക്കുന്ന ഒരു വസ്ത്രം അവർക്ക് മരത്തിൻ്റെ തോൽ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്ന് നാം വായിക്കും. അഹരോനും പുത്രന്മാരും അവർക്ക് അഭിഷേകത്തിൻ്റെ പൗരോഹിത്യ വസ്ത്രം കെത്നോയത്ത് ദൈവം കൽപ്പിച്ചു കൊടുത്തതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. യോസഫിന് പിതാവ് ഒരു അങ്കി പണിയിച്ചു കൊടുത്തു, പല വർണ്ണങ്ങളുള്ള കൃപയുടെ സ്നേഹത്തിൻ്റെ അങ്കി. ഇത് യേശു കർത്താവിനെ നാം ധരിക്കുമ്പോൾ നീതിയുടെ വസ്ത്രം, കെത്നോയത്ത് എന്ന യഥാർത്ഥത്തിലുള്ള അർത്ഥം നീതിയുടെ, വിശുദ്ധിയുടെ, ദൈവത്താൽ തരുന്ന ക്രിസ്തുവിനെ ധരിക്കുന്ന വസ്ത്രം എന്നാണ് ബൈബിളിൽ അർത്ഥമാക്കുന്നത്. ഇന്ന് ഒരു നീതിയുടെ, സന്തോഷത്തിൻ്റെ, വിശുദ്ധിയുടെ ഒരു അങ്കി നമുക്ക് ആവശ്യമുണ്ട്. തീർച്ചയായും കർത്താവിനാൽ ധരിക്കപ്പെട്ട, ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിലാകുന്ന ഒരു നീതിയുടെ വസ്ത്രം ധരിക്കാം. ആമേൻ.